സോ ഹലോ ഗൈസ്, വെൽക്കം ടു സിനാക്സ് ഗെയിമർ ആൻഡ് വ്ളോഗർ. അയ്യോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ പപ്പതാത്ത ഞാൻ എടുക്കാൻ പോകട്ടോ. അതാണ് ഒരു മിനിറ്റ് ഗൈസ്. ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ആ മീറ്റർ ബോർഡിൻ്റെ ഉള്ളിൽ തേനുള്ളതെന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. സോറി. വെട്ടം ഇച്ചിരി കുറവുണ്ടല്ലേ. ഓയേ, ആവാലമ്പ് കാണിക്കുന്നു. ഫ്യൂസ് ഊരി എടുക്ക്, മെയിൻ ഫ്യൂസ് അല്ലേ ചേച്ചി? എന്ത് രുചി നോക്കി നോക്ക്. അച്ഛൻ്റെ മോൻ കണ്ടൂടാ. വ്ളോഗെന്ന് പറയാൻ പറ്റുമോ? സ്ക്രൂ തുറക്കുന്നു, അല്ല സ്ക്രൂ തുറക്കുന്നു, സ്ക്രൂ ഊരുന്നു. ചേച്ചി സൂം ചെയ്ത് കാണിച്ചേട്ടോ. സൂം ചെയ്ത് കാണിച്ചേട്ടാ. എൻ്റെ അമ്മയുടെ ഫോണിൻ്റെ 5x സൂം. ഇതിനപ്പുറം ഇത്രയും നിങ്ങൾ നോക്ക് ഗൈസ്. അവിടെ ഇടാ എൻ്റെ കൈ. തൊണ്ട ഗൈസ്. എന്നിട്ട് കൊത്തുന്നു ഗൈസ്. അയ്യോ, എന്നിട്ട് കൊത്തുന്നു ഗൈസ്. അമ്മ നല്ല കടുത്ത് അടിക്കുന്നുണ്ട് അമ്മച്ചി. അപ്പോ എൻ്റെ അമ്മി ഒന്നുമില്ല. പ്ലെയർ പ്ലെയർ വേർ ആർ യു പ്ലെയർ? അതായിരുന്നു. അമ്മച്ചി, ഈ വീഡിയോ മിക്കവാറും കോമഡി ആവും കേട്ടോ ഗൈസ്. എന്തായാലും കോമഡി ആവും എന്നുള്ള കാര്യം ഉറപ്പാണ്. മതി, ഇപ്പുറത്ത്. ഓ, എനിക്ക് പേടി ഗൈസ്. ഞാൻ ആരാണെന്ന് മനസ്സിലായേ? ഞാൻ ആദ്യം തന്നെയാണ് കേട്ടോ. ഇത് കടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി ചെയ്തത്. ഓക്കെ, പപ്പ ഇളക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാമോന്ന് എന്നോട് ചോദിക്കരുത്. ഞാൻ ഇതിലായതുകൊണ്ട് എനിക്ക് ക്ലിയർ ആയിട്ട് കണ്ടുകൂടാ. പപ്പയ്ക്കായിട്ട് കഴിച്ചു തോന്നുന്നു. ഇത് എനിക്കൊന്നും കണ്ടുകൂടാ. അമ്മേ സൂഞ്ചി. പോടെ സൂം ചെയ്തൊന്നും കണ്ടുകൂടാ. ഗൈസ്, എവിടെ കൊട്ടൊക്കെ ഇട്ട് കടിക്കുകയാണ് കേട്ടോ. പിന്നെ തലയിൽ വേണ്ടി ഈ സാധനം വെച്ചിരിക്കണോണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടാകാം അല്ലേ? അജിരെ വായിക്കാത്ത തീർപ്പയ്യ എൻ്റെ കയ്യിൽ. അപ്പൊ ഗൈസ്, പപ്പത വലിയൊരു പ്രശ്നത്തിൻ്റെ ഇടയിൽ പെട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ഫുൾ സൂം ഇട്ടാട്ടാ ഇത്രയെങ്കിലും കാണാം. ഞാൻ 1 കിലോമീറ്റർ ദൂരെ എണീക്കണത്. സൂം ഔട്ട് ചെയ്ത് കാണിച്ചു തരാം കണ്ടാ. എത്രയും ദൂരെയാണ് ഞാൻ നിൽക്കണം. കയ്യിലും സ്ഥലത്തെ കയ്യിലായിട്ട് കടിക്കണോണ്ട് ഞാൻ അവിടെ നിന്ന് കയ്യിലും കാലിലും തലയിലും എല്ലായിടത്തും കൂടെ തുണി ഇട്ട് റെഡിയാക്കി വെച്ചിരുന്നു. ഇപ്പോൾ അത് ഒരു കലി പറഞ്ഞു. സത്യം പറയാമല്ലോ. ഞാൻ അങ്ങോട്ട് പോയി നോക്കട്ടെ. എവിടെ ഉണ്ടായിരുന്നു തേനീച്ചകളൊന്നും കണ്ടുകൂടല്ലേ? അല്ല, കാണല്ലേ. എൻ്റെ അമ്മ ഒന്നിരടേ 1000 കണക്കിനുണ്ടല്ലോ ചെയ്ത്. പരത്തി ഫ്യൂസ് ഊരി വെച്ചതാണ് നന്നായി. അവരോട് ഒരുപാട് ഇരിക്കണ ആജി. എല്ലാ 5-6 സ്ക്രൂ ഇരിക്കണ്. 2 സ്ക്രൂ ഇരിക്കണല്ലേ താഴെ. ഫ്യൂസിൻ്റെ അടുത്ത്. ഓ, അതെന്ത്? ഗൈസ്, ഞാൻ ഇത് എടുത്തിട്ട് വരാവേ. ഗൈസ്, ഉളി. അമ്മീ, ഞാൻ ഓടി. ഞാൻ ശരിയാവൂല. കുറേ ഉണ്ട് കേട്ടോ. അതാ എൻ്റെ
ക്യാമറ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ ഒരുത്തം നിന്ന് കറങ്ങുന്നു കേട്ടോ. എന്നെ കൊല്ലാനുള്ള പരിപാടിയാണോ എന്തോ. മാറിക്കളാ ഹണി ബി അല്ല ഗൈസ്, ഇവിടെ വരെ എത്തി. ഹണി ബീ ഹണി ബീ ഹണി ബീ ഉളി ഉളി എന്തിനാ അത്? ചിറ്റിയല്ലേ നടന്നത് തന്നെ കൊറേ ഉണ്ടല്ലോ ചേച്ചി. ഞാൻ പോയി ചിറ്റി എടുത്തിട്ട് വരാം. ഗൈസ് തുത്തിക 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 അഥവാ ചുറ്റിക. അപ്പോ ഞാൻ ഓടി. ഗൈസ് എത്ര എന്റെ പപ്പ ശ്രമിച്ചിട്ടും അത് ഇളവുന്നില്ല ഗൈസ്. എന്തരാവോ എന്തോ. ഒന്നെങ്കിൽ വീട് പൊളിയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നടക്കും, അത് ഉറപ്പാട്ടാ. ഗൈസ് എൻ്റെ അച്ഛമ്മയുടെ കോഴിയുണ്ട്, ടർക്കി കോഴി എന്നാണ് കേട്ടോ പേര്. പക്ഷെ ഞാൻ വീട്ടിൽ പേരിടുന്നത് പന്നക്കോഴി. മനുഷ്യന് കലി വന്ന് കയറും. ഇതിപ്പോ ഹണീബീനെ പിടിക്കുന്ന വീഡിയോ ഇപ്പൊ വേറെന്തൊക്കെ ആയല്ല ഗൈസ്. എന്തായാലും ഇതിന്റെ ഫുൾ പാർട്ട് ഗൈസ്, എന്തായാലും ഇതിന്റെ ഹണീബീന്റെ പരിപാടി ഫുൾ പാർട്ടായിട്ട് ഇടാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ ഞാൻ രണ്ടാമത്തെ പാർട്ട് ഇട്ടിരിക്കും. ഇത് നല്ലപോലെ ലോങ് വരാൻ ചാൻസ് ഉണ്ട്. അവസാനം ഇളവി അതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ സൂം ചെയ്ത് കാണിക്കാം കേട്ടോ. പക്ഷെ എന്തായാലും ഒരു സൈഡ് ഇളക്കിയിട്ടില്ല. അപ്പോ പൊളിച്ച് പൊളി. അയ്യോ അപ്പൊ പിന്നെ എന്നെ കിട്ടൂല. പപ്പയുടെ കയ്യിൽ ഫോൺ കൊടുക്കുവാണെങ്കിൽ പപ്പ കാണിച്ചു തരും. ഞാൻ സൂം കുറച്ച് കാണിച്ചു തരും. അമ്മേരെ ഒരു പ്ലാറ്റ് വാങ്ങിച്ചോണ്ടോ? പ്ലാറ്റ് ഒരു സ്പൂണും. ഈ പ്ലേറ്റ് മതിയാവും. അമ്മ ഇതിലാണ് ചായ ഇടുന്നത്. ഇത് എത്ര വർഷമായെന്നറിയാമോ? കാണിച്ചു കേട്ടാ. ഇതുവാടേ കണ്ടിട്ട് കൊതിയാണ്. എൻ്റെ തലയെ കൂടെ അത് ഒഴുകിയാണ്. ആ ഹണി ബീസ് എടി പിന്നെ എത്ര 3 കട്ട എന്തോ കിട്ടിയല്ലേ ജി? ആ ഇതിനകത്ത് തേനി വയറിലൊക്കെ ചുറ്റി പിടിച്ചിരിക്കും. വയറിൽ ചുറ്റി പിടിച്ചിരിക്കുക അത് കീറിട ജി. ഗൈസ് കുറേ കിട്ടി കേട്ടോ. ഞാനിപ്പോൾ വേറൊരു ടെക്നോളജി യൂസ് ചെയ്ത് കണ്ടോ. ഓ ഇന്നത്തെ അമ്മീ സീനായിട്ടുണ്ട് കേട്ടോ. ഉള്ള സീനായിരുന്നു. ഒപ്പ് ഇത് കുറേ ഉണ്ട്. അത് പൊളിച്ച്. ഓ ഏ അപ്പോൾ ഇത് ഇപ്പം തന്നെ ഇത് ആരെങ്കിലും എടുത്തു തന്നല്ലോ ജി. ഒപ്പോ സീനായിട്ടുണ്ട്. അമ്മേൻ്റെ കൈ അയ്യോ എന്തരി സ്പൂണായിരുന്നു. പപ്പ ഒരു വിഷ്വൽസ് കാണിച്ചെന്നും ഞാൻ വിശ്വസിക്കുന്നു.
കാണിച്ചെടുത്താ ചേച്ചി. മറ്റേ സൈഡ് ഇളക്കണ്ടേ? അമ്മേ ഇത് കൂമ്പൊടിയല്ലേ ചേച്ചി? കൂമ്പൊടി വേറെ കൂമ്പൊടി കിട്ടിയായിരുന്നു കേട്ടോ, അതവിടെ ഇരിപ്പുണ്ട്. ഇതൊക്കെ കൂമ്പൊടിയാണെന്ന് തോന്നുന്നു. ഉണ്ട് ചെറിയ കൂട്ടാങ്കണ്ണി പോലത്തെ ഒരു ഫ്ലാറ്റ് എടുത്തിട്ടോ. ആ ഇപ്പം എടുത്തിട്ട് കൂട്ടാങ്കണ്ണി എൻ്റെ പപ്പ കൂട്ടാങ്കണ്ണി ചോദിച്ചു, ഞാൻ എന്താ കൊടുത്തു. എന്തിനാണോന്തോ ചെയ്യാൻ പോകണം. ആ പിടിയിട്ടി പത്ത് സൈഡ് ഒന്ന് കാണിച്ചു കേട്ടോ. അമ്മേ അതിരി ആ ഇതഴിക്കല്ലേ മാക്സിമം സൂം ആട്ടോ ഇത്. രണ്ടാമത്തെ സൂം. ഇത് നാലില്ലേ ഒരു എന്തോ എന്തിനാണ്? ഓ കുറച്ച് തേനും കൂടി കിട്ടി എൻ്റെ കയ്യിലല്ലേ. ഓ അപ്പോൾ ഗായ്സ് ദാ ഇനി ആ ഇത്ര ഇടുന്ന് കഴിഞ്ഞ കാര്യം ഞാൻ സൂം ചെയ്ത് തരാട്ടോ, അങ്ങോട്ട് പോകാൻ പറ്റൂല. എങ്ങനെ ഇരുന്ന് സാധനം ഇരുന്ന് ഇപ്പോൾ ഈ അവസ്ഥയായി. ഇനി അത് സ്ക്രൂ ചെയ്തില്ലെങ്കിൽ ഊരി പോരൂലേ ചേച്ചി? അമ്മ എൻ്റെ കളി. ഓ മൈ ഗോഡ് എന്താ ചേച്ചി? പിന്നെ നേരത്തെ സ്ക്രൂ ചെയ്തില്ലായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു, ഇപ്പം അതാ സ്ക്രൂ ചെയ്യണം ഇനി. അമ്മേ പിടിക്കണോ ചേ? പിടിക്കല്ലേ, അത് ഞാൻ തല്ലി. അമ്മേൻ്റെ കളി. അതെന്തോ ഒരു അഴുക്ക സാധനമാണെന്നാണ് എൻ്റെ പപ്പ പറഞ്ഞ കേട്ടോ. ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരാം, അപ്പോൾ എഡിറ്റിങ്ങും വരും. ഗായ്സ് അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. ചെയ്താൽ മതി, സന്തോഷം. ചെയ്താൽ സന്തോഷം. പപ്പച്ച പുതിയ സ്ക്രൂ ഇട്ടാ? അത് ശരി. ഗായ്സ് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്താൽ സന്തോഷം. ചെയ്യണേ പ്ലീസ്. ആ അതെന്തായാലും പപ്പ പറഞ്ഞല്ലേ, നീ ഞാൻ അതിന് പറഞ്ഞു. ഗായ്സ് ഇത് വീട്ടിലാരും അനുകരിക്കല്ലേ, എൻ്റെ പപ്പ കൊച്ചായിരുന്നപ്പോഴേ ഈ പണി തുടങ്ങിയതാണ്. അതാണ് പപ്പ ചെയ്യണത്. എൻ്റെ എക്സ്പീരിയൻസ് ഇല്ലാതെ ഒരുത്തനും ഇത് കൈ തുടരരുത് പ്ലീസ്. എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും കൊണ്ട് ചെയ്യുക. എന്തായാലും വാണിങ് എഴുതി കാണിക്കേണ്ടി വരില്ലേ? എന്താ ചീച്ചാണ് തുണി കഴുകിയെടുക്കണേ? അയ്യേ ഉപ്പോ അല്ല വെളുത്ത കളറായിട്ടിരുന്ന വെള്ളമാണ് ഇപ്പം അതിൻ്റെ അവസ്ഥ. ഗൈസ് പോണ് അമ്മ പകുതി തനിക്കകത്ത് കയറിപ്പോയെന്ന് തോന്നുന്നു. കുറേ ഉണ്ടായിരുന്നേണ്, അതെല്ലാം പോയി. ഓ സൂം ചെയ്ത് കാണിക്കാം, ബ്ലറാണല്ലോ. അതൊന്നും പറ്റി ഇത്ര നേരം ആ പ്രശ്നമില്ലായിരുന്നല്ലോ. ആ ബ്ലർനെസ് പോയി. അച്ഛൻ്റെ കൈ എവിടെ അജി? അപ്പോൾ ഗായ്സ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും ഞെക്കണേ അല്ലേ? ഗായ്സ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. ഓ അമ്മേ കഴിഞ്ഞു ഗൈസ്. അമ്മേ ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് 30 ലൈക്ക് കിട്ടിയ പപ്പ എടുത്ത് ആ തേന് ഞാൻ കുടിച്ച് കാണിക്കും. ഓക്കെ ആണോ? കണ്ടല്ലേ ആ പ്രോസസ്സ്. ആ എന്തെങ്കിലും ഗൈസ്. അപ്പോൾ ഇത് വീട്ടിലാരും അനുകരിച്ച് അപകടങ്ങൾ വരുത്തി വെച്ചാൽ സിനാക്സ് ഉത്തരവാദിയായിരിക്കുന്നതല്ല. ഓക്കെ പരിപാടിയെല്ലാം കഴിഞ്ഞു കണ്ടോ? അപ്പോൾ നമുക്ക് ഇന്ന് സത്യം പറഞ്ഞ ഇതല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഇന്നത്തെ വീഡിയോ ഡ്യൂഡ് സോഫ്റ്റ് വാർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. എന്താ ഇപ്പോൾ ഇതായി. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.